മകളെ, എല്ലാരും ഒന്ന് എണീറ്റേ. ഇന്ന് സംഗീതാണെന്ന് അറിയില്ലേ? കൊറേ ഗസ്റ്റ് വരുന്നതാ. ഒന്ന് എണീക്കടാ. രാത്രിയല്ലേ സംഗീത് എന്ന് വെച്ച് രാവിലെ മൊത്തം കിടന്നുറങ്ങുന്നാണോ? മോളെട്ടയാ എണീക്ക്. രാജമനെ എണീക്കടാ. നിന്നേക്കാളും ചെറിയ പിള്ളേരതാ അവിടെ ചായ എടുത്തിരിക്കുന്നു. അവിടെ തന്നെ കുറച്ചുകൂടി സെന്ററിലേക്ക്. ഓക്കെ. നിനക്കുള്ള പണി ഞാൻ ഇന്ന് തന്നെ തരൂ. നോക്കിയിരുന്നു ഗുഡ് മോർണിംഗ്. എനിക്ക് ചെയ്യണം. ഇതെന്താ കണ്ടു? ഇങ്ങോട്ട് വാടി. എന്താ മനുഷ്യൻ ആക്കരുത്. അതിനിപ്പല്ല നീ എന്റെ ഭാര്യ. ഞാനൊന്നും കണ്ടില്ലേ. ഗുഡ് മോർണിംഗ് ജിമൻ സർ. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാ? കുളിക്കാൻ. ഞാൻ വരട്ടെ? അയ്യോ ഒന്നുമില്ലേ. വന്ന് ഒരു ഉടുപ്പോലെ ഉണ്ടായി. ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കുവോ എന്തോ. അമ്മ ഇതൊന്നും അയൺ ചെയ്തോണ്ടാ. ഒന്ന് പോയെന്തോ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. അപ്പാ മനുഷ്യനല്ലേ. ഓ ഗുഡ് മോർണിംഗ്. ഹർഷട്ടാ ഇതൊന്നും അയൺ ചെയ്തത് പ്ലീസ്. എന്റെ പൊന്നല്ലേ. ഓക്കെ മറന്നേക്ക്. ഞാനാ കുളിക്കാൻ പോന്നെ. ഞാനല്ല എണീറ്റെ. എന്ന് വെച്ചാ നിനക്ക് വേറെ ബാത്റൂം പോയിക്കൂടെ? ഇല്ല, നീ വരെ പോയിട്ട്. ബൈ. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. മുത്തശ്ശി, മുത്തശ്ശി. എന്താടാ രാവിലെ തന്നെ? പോയി കുളിക്കാൻ നോക്ക്. ആ വല്യമ്മേ, ഒരു ദിവസം കുളിച്ചില്ലെന്ന് വെച്ചാൽ എന്ത് കുഴപ്പം വരാനാ? അത് ശരി. നല്ലൊരു ദിവസമായിട്ട് കുളിക്കാതിരിക്കാൻ. കുളിച്ചാലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ആ ശരി ശരി. ഐശ്വര്യക്കാരൻ നിക്കട്ടെ. മുത്തശ്ശിയുടെ മുത്തശ്ശി പുറത്തുണ്ടല്ലോ. പുറത്തോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നിനക്ക് എന്തിനാണ് ഇപ്പൊ മുത്തശ്ശിനെ? അതൊക്കെ വഴിയെ അറിയാം. ഏ വാവ്, അടിപൊളി. ഇപ്പഴാ കല്യാണത്തിനൊക്കെ ഒരു ഫീല് കിട്ടുന്നത്. നന്നായിട്ടുണ്ടല്ലേ? ചോദിക്കാനുണ്ടോ മുത്തശ്ശി? I'm in love with it. മുത്തശ്ശി. എന്താ? മുത്തശ്ശി ഒന്നും കൂടെ ഒന്ന്, എനിക്കൊരു കാര്യം പറയണ്ട. എന്താടാ? ഇങ്ങോട്ട് വാ. ഹർഷേ ഇത് നോക്കി. ഈ മൂന്നെണ്ണത്തിൽ ഏതാ ഇഷ്ടമായത്? ഇന്ദുവിനോട് ചോദിച്ചായിരുന്നു. ആ അവളോട് ചോദിച്ചപ്പോ തന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഓ, എന്നാ ഇത് നോക്കാം. ഷോ ഷോ. ഓക്കെ. സോബിന് എന്താ ചേച്ചി? ഇതിലെ സെക്കൻഡ് വൺ കൊണ്ടുവരാൻ പറ. ഓക്കെ ഓക്കെ. വേഗം. ഞാൻ പറയാൻ പോണ കാര്യം മുത്തശ്ശി ശ്രദ്ധയോടെ കേൾക്കണം. എന്ത് കാര്യം? ഇത് പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി തൊട്ട് രാവിലെ വരെയാ കാത്തിരുന്നത്. രാവിലെ വരെ. നീ കാര്യം പറയണം. ഇവിടെ ഇവന്റെയുമായി കൊണ്ടുവന്ന പെണ്ണില്ലേ, ആ ചൂഹി, അവൾ ഒട്ടും ശരിയല്ല. ഇന്നലെ നട്ടപ്പാതിരയ്ക്ക് അവൾ എന്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കായിരുന്നു മുത്തശ്ശി. ഒളിഞ്ഞു നോക്കേ? അല്ല, അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവളുടെ വരവിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം? ദുരുദ്ദേശം. ഒന്ന് പോടാ ചെറുക്ക, മണ്ടത്തരം പറയാതെ.
മുത്തശ്ശി എന്നെ വിശ്വസിക്കും. അല്ലെങ്കിൽ പിന്നെ അതിനെന്തിനാ രാത്രി എന്റെ റൂമിന്റെ അടുത്ത് കാര്യം? എന്റെ ഒരു അഭിപ്രായത്തിൽ അവൾ ഇന്ന് തന്നെ പറഞ്ഞു വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മുത്തശ്ശി പിന്നെ അതോർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. എടാ, നിനക്ക് ആ കുട്ടിയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായത്. നീ ഒന്ന് അവളെ നോക്കിയേ. ഞാൻ നോക്കൂല. നോക്കടാ, എന്ത് ആത്മാർത്ഥതയോടെ ആ കുട്ടി പണിയെടുക്കുന്നത്. നല്ല നിഷ്കളങ്കതയുള്ള കുട്ടിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഈ കുട്ടിയെ പറ്റിയാണോ നീ അപവാദം പറഞ്ഞു പറ്റുന്നത്? ചൂട് ചട്ടകെടുത്ത് നിന്നെ ചന്തിക്കുന്ന വെച്ചരാ വേണ്ടത്. മുത്തശ്ശി, ആ ഇന്നലെ കയറി വന്ന അവളെ വിശ്വസിക്കാം, എന്നാൽ ഈ എന്നെ വിശ്വസിക്കരുത്. അല്ലേലും ഞാൻ പറയുന്ന ഇവിടെ ആര് വിശ്വസിക്കാനാ? പറയാൻ വന്ന എന്നെ തന്നെ പറഞ്ഞാ മതിയല്ലോ. നന്ദിയുണ്ട് മുത്തശ്ശി, നന്ദിയുണ്ട്. എടാ ബബലു മോനെ, നീ ഒരു പക്ഷെ കാക്ക മലന്ന് പറക്കുന്നത് കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോ വിശ്വസിച്ചു വരും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവള് വല്ല ആവശ്യത്തിന് വന്നു തരക്കണ. നീ വെറുതെ ഓരോന്നോർത്ത് ആ പാവത്തിനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പോവാ. ആ ഇപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ എനിക്കല്ല, ബാക്കിയുള്ളവർക്കാ കുഴപ്പം. അവളെന്തോ ഇവർക്ക് കലക്കി കൊടുത്തിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ നീരസന്ധത കണ്ടുപിടിച്ചിരിക്കും. നീരവേ, നീരവേ, എന്താടാ നീ എന്തിനാടാ അവളെ എങ്ങനെ നോക്കുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നോക്കൂ. അല്ല പിന്നെ അപ്പൊ നിനക്ക് അവളെ ഇഷ്ടമാണോ? എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ആ അങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞൂടെ? ഹേയ് ബബുലേട്ടാ. ഓ ഇവൻ എന്നെ അത് വായിക്കും. ഹലോ ജീവനേട്ടാ, നിങ്ങളിവിടെ എന്തെടുക്കുവാ? ഞങ്ങൾ ഇവിടെ മാങ്ങ വരയ്ക്കാ നിക്ക്. അതിനിവിടെ മാവില്ലല്ലോ. ഇല്ല, മാവ് ഫ്ലൈറ്റിൽ വന്നോണ്ടിരിക്ക. ഇപ്പൊ ഉള്ളേ, എന്നിട്ട് നമുക്ക് പറിച്ചു തിന്നാട്ടാ. ഓ എന്തുവാ ചേട്ടാ? നിനക്ക് എന്താടാ ഇപ്പൊ വേണ്ടേ? ആ അത് ചോയ്ക്കി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒറ്റ കേണ്ട സ്ഥിതിക്ക് എനിക്കൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്തു കാര്യം? ആരും അറിയാതെ കൊണ്ടു നടക്കായിരുന്നല്ലേ, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. എന്ത്? ഓ ഒന്നും അറിയാത്ത പോലെ. നീ കാര്യം എന്താന്ന് പറയടാ. ഈ അൻവിത്തേട്ടനും തേജസ്വിയും ലവേഴ്സ് ആണല്ലേ? എന്ത്? അവർ തമ്മിൽ ലവാണോന്ന് എനിക്കെല്ലാം മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം കണ്ടുപിടിക്കാൻ ഞാൻ പണ്ടേ പുലിയാണല്ലോ. നീ എന്ത് തന്നെയാടാ പറയുന്നേ? നീ പറയുന്നത് എന്താന്ന് വെച്ചാ തെളിച്ചു പറ. ആ അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ലേ? ആ അവരാരോ അറിയാതെ കൊണ്ടു നടക്കായിരിക്കും. നിനക്കങ്ങനെ തോന്നാൻ കാരണം? ഇവൻ വല്ല പിച്ച പോയി പറയുന്നതായിരിക്കും. നിക്ക്, നീ പറ. കാരണമുണ്ട്. ഞാൻ ഇന്നലെ അൻവിതേട്ടനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയൂ? എന്താ? അൻവിതേട്ടനും തേജസ്സും അടുത്തിരുത്ത് സംസാരിക്കായിരുന്നു. ഈ ഡ്രാമയിലൊക്കെ കാണുന്നത് പോലെ വാലിൽ പിൻ ചെയ്ത് വെച്ച്. കറക്റ്റ് അത് തന്നെ. പോരാത്തതിന് അൻവിതേട്ടന് ഒന്നോട്ടുണ്ടായിരുന്നില്ല. അല്ല, പാന്റ് ഇട്ടിട്ടുണ്ട്. ഇതാണോ നീ കണ്ടുപിടിച്ച വലിയ കാര്യം? ഞാൻ ഇന്നലെ വേറെ കാര്യം കൂടെ കണ്ടു. ഇന്നലെ രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ കിച്ചണിൽ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയും? എന്താ? അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നീ ഞെട്ടിക്കേണ്ട കാര്യം പറ. അൻവിതേട്ടൻ തേച്ചിക്ക് ഫുഡിനെ കൊടുക്കുന്നു. ആര് ആർക്ക് ഫുഡ് ഉണ്ടായി കൊടുത്തെന്ന്? അൻവിതേട്ടൻ തേച്ചിക്ക്. അല്ലേലും ഒരു സിഇഒ എന്തിനാ സ്വന്തം പേയ്ക്ക് ഫുഡിനെ കൊടുക്കുന്നേ? നേരെ തിരിച്ചാണെങ്കിൽ ഓക്കെ, ബട്ട് ഇതിപ്പോ സംതിങ് ഫിഷ് അല്ലേ? ഇനിയവ രാത്രി പ്രൈവറ്റ് ആയിട്ട് നടത്തായിരുന്നു എന്ന് ആര് കണ്ടു? നിങ്ങളെന്തോന്നും വേണ്ടാത്തെ? നീ ഈ പറയുന്നതിന് വല്ല പ്രൂഫുണ്ടോ? പ്രൂഫില്ല. ചേട്ടൻ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തോട് ചോദിച്ചോളി. എന്തായാലും അവരുടെ മേലൊരു കണ്ണു വെച്ചു, അപ്പൊ മനസ്സിലാവല്ലോ. അതൊക്കെ ഞങ്ങൾ ചോദിച്ചാ. നീ ഇപ്പൊ ചെല്ലി.
ഓ ഞാൻ പോയി. പാവം, ജനിച്ചപ്പോഴേ ഒരു പേര് ലൂസാ, അതിപ്പോ വീണ്ടും ലൂസായെന്ന് തോന്നുന്നു. ഡാ, നീ എന്താടായിരിക്കണം? അവനീ പറഞ്ഞത് സത്യാണെങ്കിലോ? നീ എന്തൊക്കെയാണ് പറയുന്നേ? നമ്മുടെ അന്യത്തിന് നമുക്കറിഞ്ഞൂടെ? അവനെ നിനക്ക് ചെയ്യൂ? ചെയ്യൂ? എന്തായാലും വിശദമായിട്ട് ഒരു അന്വേഷണം നടത്തണം. അതിപ്പോ അന്വേഷിക്കേണ്ട കാര്യം എന്താ? വാ, നമുക്ക് അവനോട് പോയി നേരിട്ട് ചോദിക്കാം. നിക്ക്, എടുത്ത് ചാടിയൊന്നും ചെയ്യണ്ട, അതിനുള്ള സമയമായിട്ടില്ല. ദേ, ഈ സ്വീറ്റ്സ് എല്ലാം അവിടെ കൊണ്ടുവച്ചേക്കണേ. പിന്നെ ഗസ്റ്റിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ജൂഹിനോടൊന്ന് പറഞ്ഞേക്കേ. മാഡം. ആ മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? ആ ആന്റി കഴിച്ചു. ആന്റി എന്താ ഉണ്ടാക്കുന്നേ? പായസം. പായസോ? അതിവിടെ കിട്ടുമോ? പിന്നെ ഇവിടെ എന്താ കിട്ടാത്തെ? മോൾക്ക് ഇഷ്ടാണോ? ആ എനിക്കിഷ്ടം. ഇവിടെ അൻവിത്തിനും ജിമ്മിനൊക്കെ ഭയങ്കര ഇഷ്ടം. അവർ വരുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ അവർ കുറെ കാലത്തിന് ശേഷമാ വീണ്ടും വന്നേ. ഓ, അപ്പൊ അവർക്ക് വേണ്ടി ഉണ്ടാക്കാനോ? ഇതാ മോളൊന്ന് കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. വാവ്, ടേസ്റ്റി. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇവർ 3 പേരും ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സ് ആണോ? ജിമിനും അൻവിത്തും ഒരുമിച്ച് നാട്ടിലായിരുന്നു. പിന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാ ഫ്രാൻസിലേക്ക് വന്നേ. അവിടുന്ന് യൂണിവേഴ്സിറ്റിന്ന് നീരവും അവരും കണ്ടുമുട്ടി. അന്ന് തൊട്ട് അവർ ഭയങ്കര ഫ്രണ്ട്സാ. എല്ലാ അലമ്പിനും ഇവർ 3 പേര് ഒരുമിച്ചായിരുന്നു. കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടായിരുന്നത് അൻവിത്തിന് മാത്രം. ബാക്കി 2 എണ്ണം കണക്കായിരുന്നു. ജിമിൻ സാറും? ആ, മോളെന്താ വിചാരിച്ചേ? അവനിപ്പോഴാ കുറച്ചെങ്കിലും മെച്യൂരിറ്റി വെച്ച്. എല്ലാ വീക്കെൻഡ്സിലും വെക്കേഷൻസിലും അവർ ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ യൂഞ്ചി, അവളുടെ കാര്യം പറയണ്ടല്ലോ. ഇവരെല്ലാരും കൂടെ ചേർന്ന് വീട് തല കുത്തി മറിച്ചിടായിരുന്നു. അതൊക്കെ ഒരു കാലം. അവരെല്ലാ വെക്കേഷനിലും ഇവിടെ തന്നെയായിരുന്നു? അതെ, ജിമിന് ഇടയ്ക്ക് നാട്ടിൽ പോവാറുണ്ട്. അപ്പോ അൻവിത് സാറും? അവൻ പോവാറില്ല. ജിമിൻ നാട്ടിലേക്ക് പോകുമ്പോ അവൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ നോക്കും. പക്ഷേ ധീരവും യോഞ്ചിയും അതിന് സമ്മതിക്കാറില്ല. ഇവിടെ തന്നെ പിടിച്ചു നിർത്തും. അതെന്താ നാട്ടിലേക്ക് പോവാത്തെ? അവന് ഇവിടെ ആർക്കും ഇഷ്ടം. മോള് കുടിക്കും. നേരം ഓക്കെ, എന്നാ ഞാനത് ആർക്ക് കൊണ്ട് കൊടുക്കട്ടെ? അൻവിത് സാറിന് ഞാൻ കൊണ്ട് കൊടുക്കണം. എന്തു എന്തു എന്താ ഹർഷേട്ടാ? ഇങ്ങോട്ട് വാ. നിന്നെ ഒന്ന് ഒറ്റ കിട്ടാൻ ഒരു അവസരം നോക്കി നടക്കരുത്. ഇപ്പൊ കിട്ടി. ഇന്ന് നിനക്ക് ഗ്ലാമർ കുറച്ച് കൂടിയിട്ടുണ്ട്. ഓ ആണോ? ഇനി പറ, എന്ത്? ഇന്നലെ പറയാൻ വന്നത്? ഇന്നലെ? ഓ, ഐ ലവ് യു എന്നാണോ? ഞാൻ പറയുന്നില്ല. അതെന്താ? ഇന്നലെ ഞാൻ പറയാൻ വന്നായിരുന്നല്ലോ, അപ്പോഴേക്ക് ഹർഷേട്ട ലഡ്ഡു തിന്നാൻ പോയില്ലേ? അത് പിന്നെ നിനക്കറിയില്ലേ എനിക്ക് ലഡു ഇഷ്ടമാണെന്ന്? അതുകൊണ്ടല്ലേ? ആ, എന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. എനിക്ക് ലഡ്ഡു ആണോ ഞാനാണോ വലുതെന്ന്? അതിപ്പോ അങ്ങനെ വെച്ചാ ലഡു നീ ഒരുപാട് തന്നെ. എന്നത്താ ലഡുവിന്റെ കല്യാണം കഴിച്ച അതിന്റെ കുട്ടികളുടെ ജീവിക്കും. അല്ല പിന്നെ എന്നോട് മിണ്ടണ്ട. അപ്പോഴേക്ക് തടഞ്ഞോ? ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ഓ, ഒരു തമാശ? എന്താ തമാശ ഇഷ്ടായില്ല? ഇല്ല. എന്നാ ഇഷ്ടമുള്ള ഒരു കാര്യം തരട്ടെ? എന്ത്? ഇതുകൊണ്ട് കൊടുത്ത കുറച്ച് ഇംപ്രഷൻ ആവൂ. ഇഷ്ടമുള്ള കാര്യമൊന്നല്ല ആന്റി പറഞ്ഞു. ചിലപ്പോ സന്തോഷായാലോ.
അപ്പോഴത്തെ ആവശ്യത്തിന് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേഗം കൊണ്ട് കൊടുത്തിട്ട് ഓടി വരാം. അത്രയുള്ളൂ, സിമ്പിൾ. യു കെൻ ഡു ഇറ്റ്. കിസ്സോ? വൗ. അടിപൊളി. അല്ലേലും ഇതൊക്കെ കണ്ടു നിൽക്കാനല്ലേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ നിൽക്കണ്ട, എനിക്ക് നാളെ ഞാൻ പോവും. ഇവിടൊന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞാനോട് പോയി തപ്പാനോ? അതാ അവിടെ ഉണ്ട്. ആരോടോ കാര്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. ജൂഹിയല്ലത്? അത് പണ്ടേ അങ്ങനെ തന്നെയാ. ഇവരെന്താ സംസാരിക്കുന്നത്? എന്നെ ദൈവം എന്നെ പറ്റി ആർക്കരുതേ. ഓ റിയലി? Yeah, why not? So you're okay with it, right? Of course, ഞാൻ ഡബിൾ ഓക്കെ. ഹായ്. Great. എന്നാ ഞാൻ വിളിച്ച് സംസാരിക്കാം. ഓക്കെ. എന്താ വിളിച്ച് സംസാരിക്കുന്നു? ചേച്ചി അവിടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആണോ? ഞാൻ പോരാ. എന്നാ ഞാൻ അവിടെ പോണേ. ഓക്കെ. പായസം കാവ്യനുണ്ടാക്കിയതാ. സാറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ജോയിന്റെ കോണ്ടാക്ട് നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്ക്. സെൻഡാക്കാം. ഇതെന്ത് കഷ്ടമാ. കുറച്ച് ഇംപ്രഷന് സന്തോഷമാവെന്ന് വിചാരിച്ച് കൊണ്ടുകൊടുത്തപ്പോ മൈൻഡ് മൂടാക്കാതെ പോയി. ആഹാ, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ എന്താ ഒരു സുഖം. ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കാം. എന്റെ പൊന്ന് ജിമിൻ സാർ, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലീവ് തന്നോടെ. അപ്പൊ ഇപ്പൊ കിട്ടിയതോ? എന്ത് കല്യാണത്തിന് വന്നതോ? ഞാനതല്ല ചോദിച്ചേ, അത് കഴിഞ്ഞിട്ട്. മോനെ യോൺസിന് അങ്ങനെ തരുന്നത് ആപ്പോപ്പക്കാമ്പന്റെ അല്ലടാ, തിവാരി ഫാഷൻ ഇൻഡസ്ട്രി. ഇനിയിപ്പോ ലീവ് തരാൻ ഞാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ, നിന്റെ അൻവിത് സാറ് കൂടെ തീരുമാനിക്കണ്ടേ? അപ്പൊ അത് നടക്കൂലെന്ന് ഉറപ്പാ. അതെന്തായാലും നന്നായി. ഒന്നില്ലെങ്കിലും എന്റെ ജിമിൻ സാറിനെ കണ്ടോണ്ടിരിക്കാലോ. അല്ലേ ജിമിൻ സാർ? ദേവൻജി, നിന്റെ ജിമിൻ സാറ് വേണ്ടി ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇതൊന്നും അതാ താൻ പറയുന്നത് പോലെ മാറ്റി വിളിക്കാനേ ഈ യോജിക്ക് സൗകര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിക്കും. കേട്ടോ ജിമിൻ സാർ? ഏതാ? ഒന്നുമില്ല സാർ. 24 മണിക്കൂർ ഇതിന്റെ കൂടെ തന്നെ ആണല്ലോ. നന്നായി കൂടെ നമുക്ക്. അത് പിന്നെ താൻ എന്തിനാ എന്നെ നന്നാക്കാൻ നടക്കുന്നത്? ആ സമയത്ത് തനിക്ക് നന്നായിക്കൂടോ? ഇവളഞ്ഞ അവൻ ചെല്ലാനേത്തി ഇങ്ങനെയല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതൊക്കെ വിടും. ചിമരേട്ടാ, നമുക്ക് ഇന്ന് രാത്രി കപ്പിൾ ഡാൻസ് കളിച്ചാലോ? കപ്പിൾ ഡാൻസ് നിന്റെ കൂടെ ഞാൻ ഇനി അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. ഞാനൊന്നുമില്ല. വേണേ ഇവനെ കുടിക്കും.
അയ്യോ എനിക്ക് കപ്പിൾ ഡാൻസ് ഒന്നും സെറ്റ് അല്ല. എന്താ ജിമിനേട്ടാ, എന്റെ ചെറിയൊരു ആഗ്രഹമല്ലേ, പ്ലീസ്. കണ്ടോടെ ചോദിച്ചത് എന്ത് ജാടേ നമുക്ക്. ഒരു ഡാൻസ് കളിക്കാൻ വരുന്നു എന്നല്ലേ ഞാൻ ചോദിച്ചോളൂ, അല്ലാതെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മക്കളൊന്നും പറഞ്ഞില്ലല്ലോ. മുരടൻ കാട്ടുവാസി. അയ്യോ, കാട്ടുവാസി നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ വിളിക്കുന്നു. നിന്റെ അമ്മായിപ്പൻ. ജിമിനേട്ടന്റെ അച്ഛനെ വിളിക്കുന്നു. സോറി അച്ഛൻ. നിന്നെ ഞാൻ എന്ത് ശരിയാക്കിത്തരാം. മതി മതി അമ്മ മതി. അയ്യോ അമ്മേ, ജിമിനേട്ടൻ സ്നേഹിച്ചു കൊല്ലുന്നേ. മതി മതി നിർത്ത്. യോജി ജാൻ, മേരി ജാൻ. യോജി മോളെ, ചേട്ടൻ വന്നടി. मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान. ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ കെട്ടിയെടുക്കുന്നത്? ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, മറന്നുപോയോ നീ? അത് ശരി, അപ്പൊ സ്വന്തം ചേട്ടനെക്കാളും നിനക്ക് വലുത് ഫ്രണ്ട്സ് ആണല്ലേ? എന്തിനാ എന്റെ യോജി മോളെ ഇങ്ങനെ ചൂടാവുന്നത്? നിനക്കെന്നെ അത്രയും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നൊന്ന് പറഞ്ഞാ പോരെ, ഇങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നും. ഓ പിന്നെ ഞാനാരും മിസ് ചെയ്തില്ല. പക്ഷേ ഞാൻ നിന്നെ മിസ് ചെയ്തു ഒരുപാട്. ഹേയ്, ഹായ്. എന്നെ ഓർക്കുന്നുണ്ടോ? നമ്മൾ 1-2 തവണ കണ്ടിരുന്നു. ചിലപ്പോ മറന്നുപോയി കാണും. എന്ത് ചെയ്യാനാ, കാലം കുറെ ആയില്ലേ. എനിവേ, ഐ ആം ജാന സുത്താർ. ജിമിൻ പാർക്ക്. ഹേ ഹേ, ഐ നോ. എനിക്ക് തന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. തനിക്ക് എന്നെ കുറിച്ച് അറിയത്തോ? നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം. സമയമുണ്ടല്ലോ. But now, I'm really tired. യോജി, ചേട്ടന്റെ റൂം എവിടെയാടി? ഇവിടെ റൂമൊന്നുമില്ല. ഏ? ലേറ്റ് ആയി കയറി വരുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പൊ റൂമൊക്കെ ഫുള്ളാ. ഓ, അത് സാരല്ല, ഞാൻ നിന്റെ കൂടെ വന്നു. ഓഹോ, എന്താ പൂതി. അവിടെ 2 ആൾക്കാരെ വേറെയുണ്ട്. സീരിയസ്ലി? അപ്പൊ ഞാൻ അവിടെ കിടക്കും? ഓ, നിലത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അവിടെ എവിടെയും കിടന്നു. യോജി, നോ വേ. എനിക്ക് അവിടെ കിടന്നാലൊന്നും ഓർക്കം കിട്ടില്ല. അത് എന്റെ കുഴപ്പമില്ലല്ലോ. ഓ, അപ്പൊ അങ്ങനെയൊക്കെ ആയി. സാരല്ല, ഏത് സൈഡാന്ന് പറഞ്ഞിരുന്നേ ഈ പെട്ടിയൊന്ന് കൊണ്ട് വെക്കായിരുന്നു. അച്ചടാ, ഞാൻ ഇവിടെ തരണം. വാ, ഞാൻ കാണിച്ചു തരാം. ഏ, അപ്പൊ റൂമുണ്ടോ? ഉണ്ട്. പിന്നെ ഇത്രയും വലിയ വീട്ട് റൂമില്ലാതിരിക്കോ? പറ്റിച്ചതാലേ ഉരുട്ടു. നോക്കി നിക്കാണ്ട് വാ. യോജി, ഈ ബാഗ് ഒന്ന് എടുക്കാൻ സഹായിക്കണേ. ആ, എനിക്കൊന്നും വയ്യ. വേണമെങ്കിൽ ഒറ്റപ്പെടുത്ത് വന്നോ. ഓക്കെ. ജോജുനെ, ചേട്ടാ ഫ്രഷ് ആയിട്ട് തരാട്ടാ. എന്റെ പേരെങ്ങനെ? നല്ല ചേട്ടനല്ലേ? ദേ, ഈ ലൈറ്റ്സ് ഒക്കെ അവിടെ ഹാങ് ചെയ്യണം. പിന്നെ ഈ കാണുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇതൊക്കെ എടുത്ത് ആ ട്രക്ക് കയറ്റിയേക്ക്. ആഹാ, എന്നിട്ട്
തൽക്കാലം ഇത്ര ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ പൊട്ടുന്ന സാധനങ്ങളാ, എടുക്കുമ്പോ സൂക്ഷിക്കണം. ഇതൊക്കെ എന്നോട് പറയേണ്ട ആവശ്യം? അത് ശരി, താനല്ലേ എന്തായാലും പറഞ്ഞു തനിക്ക് നല്ല നല്ല ഐഡിയസ് ഉണ്ടെന്ന്. അതും ഈ എന്നെക്കാളും നല്ലത്. അതൊക്കെ പ്രയോഗിക്കുന്നേ ഞാനൊന്ന് കാണട്ടെ. ഇതിനെങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്തേ ഇല്ലേ? ഉണ്ട്. പക്ഷേ അതൊന്ന് കണ്ടവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. പ്രത്യേകിച്ച് നിനക്ക് കാണിച്ചു തരികയില്ല. ഓ തരണ്ട, തൽക്കാലം ഇതൊന്ന് ഹാങ് ചെയ്യാൻ നോക്ക്. അതെന്നെ ധാരാളം. വലിയ കഴിവുകൊണ്ട് നടക്കല്ലേ. എങ്ങോട്ടാടി പോന്ന്? ദേ നോക്ക് മിസ്റ്റർ, എനിക്ക് ഇവിടെ തിരിഞ്ഞു കളിക്കാൻ ഒട്ടും സമയമില്ല. പറഞ്ഞ ജോലി ചെയ്യാൻ നോക്ക്. നീ എന്താ തമാശിക്ക? നീ പറയുന്നത് ചെയ്യേ, ഞാൻ നിന്റെ വേലക്കാരനൊന്നുമല്ല, നീരസിന്റെ. അത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവുന്ന നല്ലതാ. എന്നോട് പണിയെടുക്കാൻ പറയാ നീ ആരടി? താൻ നീരസിന്റെയോ ബബ്ലുസിന്റെയോ ഓർമ്മ അയക്കും, എനിക്കൊരു ചുക്കുമില്ല. തന്റെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വിളിച്ചോന്ന്. നീ ഇപ്പൊ എന്താ വിളിച്ച? ബബ്ലു എന്താ കേട്ടില്ല? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നോട് വിളിക്കുന്നു. ബബ്ലു 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 ബബ്ലു. ആഹോ, നീ പോടി മാക്കണി ഉണ്ടാക്കണി അത്തോലി അണ്ണാന്റെ പറഞ്ഞ പിടിച്ചോളെ. താൻ ആരോട് എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കാൻ? നീ ആരടി എന്റെ ബബലു നോക്കിയാൽ? അത് ഒന്നല്ല, 6 പ്രാവശ്യം. എന്റെ അതല്ല തന്റെ പേര്. ഓ, ഹൗ ഡെയർ യു. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന കരുതി എന്റെ മെക്കിട്ടുകാരി കളിക്കാൻ നിൽക്കണ്ട. ഈ നീരസ് ആരാണെന്ന് എനിക്ക് വൈകാതെ തന്നെ കാണിച്ചിരുന്നുണ്ട്. താൻ കുറെ ആയല്ലോ കാണിച്ചില്ലെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കണം. ഏത് നേരത്താണോ തന്നെ കണ്ടുമുട്ടി അന്ന് തൊട്ട് എനിക്കൊരു സൂര്യമില്ല. താൻ ഒരു പണി ചെയ്യണ്ട, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ചോദിച്ചത് തന്നെ എന്റെ തെറ്റാ. ഇനി ഇവിടെ നിന്ന് എന്റെ ടൈം പോകത്തേ ഉള്ളൂ. നീ ആരാന്നാണ് നിന്റെ വിചാരം? എന്നോടിങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന ആദ്യത്തെ പെണ്ണാ നീ. നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം? നിനക്ക് ഈ എന്നെ ശരിക്കും അറിയിച്ചിട്ടാ ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചത് എന്റെ മര്യാദ. ഹേയ്, പറഞ്ഞു തീർന്നില്ല. നിനക്ക് കാണണമെന്നല്ല പറഞ്ഞു, കാണിച്ചു തരാം. ഒരാണിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം കാണിച്ചു തരാം. വന്നിട്ട് ഞാൻ നിന്നെ കടിച്ചു തന്നപ്പോ തടയാൻ പറ്റുമെങ്കിൽ തടയും. അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വരാതെ പിന്നെ എങ്ങനെ? ഈ എന്നോട് കളിക്കാൻ വന്നാലേ ഇങ്ങനെ ഇരിക്കും. കേട്ടോളൂ ബബ്ലു. ഇവിടെ ഞാൻ പോളോ പട്ടി. അമ്മേ, പോയാ? അതെ, ഞാൻ വെറുതെ പറഞ്ഞു, ആരും പറയല്ലേ. വീരവേ, നീ എവിടെ പീഡിപ്പിച്ചല്ലേ? പോടാ പന്നി, അവൾ എന്നെയാ പീഡിപ്പിച്ച്. നോക്കി നിൽക്കാണ്ട് വന്ന് പിടിക്കടാ. നിനക്ക് വെള്ളം വല്ല വേണം? അയ്യോ, കുറച്ചുകൂടെ താട്ടായിരുന്നു എന്നെ നേരെ കുഴിയിലേക്ക് ഇടേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ, അനുഭവിച്ചോ. നീ എന്തുദ്ദേശിച്ചിട്ടാണ് അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ വിചാരിച്ചു ഇങ്ങനൊക്കെ പറഞ്ഞത് പേടിച്ച് പെട്ടി കേൾക്കരുത് പോകുന്നു. വല്ലാത്ത സാധനോടാ. നീ അതിനടുത്തേക്കൊന്നും പോവില്ലട്ടോ. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇതല്ല, ഇതിനപ്പുറം നിനക്ക് തരണത് അവള്. അത് കിട്ടാത്ത നിന്റെ ഭാഗ്യം. ഓ, ഇവൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നീ അവളുടെ സൈഡോ അതോ എന്റെ സൈഡോ? ഞാൻ ആരുടെ സൈഡല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. തുടങ്ങി. എന്തായാലും അവൾ കിട്ടി ഇതിനുള്ളത് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഇവിടുന്ന് എണീക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. അയ്യോ, നിനക്കെന്തുറ്റി?
എടാ അൻവിത്തെ എന്നെ കുത്തിയടാ. ആര്? ആ ടേയോ? അവളുടെ കസിൻ ആ ചൂഹി. എന്തിനു? അതവൻ ചോദിച്ചാങ്ങേന് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരുത്തരവിടെ ശവം കിടക്കും ഇങ്ങനെ പറയാൻ തോന്നില്ലോടാ തെണ്ടി. എന്താ ഉണ്ടായെന്ന് പറ. അത് ഞാൻ അവളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. അതിന് അവളെന്നെ കുത്തിയടാ. പേടിപ്പിച്ചതല്ല, പീഡിപ്പിച്ചതാ. അങ്ങനെ വേണം പറയാൻ. നിന്നെ ഞാനൊന്ന് കൊല്ലും. ആന്റി, നീയെങ്കിലും എനിക്ക് വേണ്ടി അവളൊന്ന് വരട്ടി വിട. നീ വരട്ടി അവൾ എന്തായാലും വരല്ലോ, അതിലെനിക്ക് ഒരു സംശയമില്ല. എനിക്കതല്ല വേണം. ഓ, അപ്പൊ രണ്ടു കണക്കാ. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. ചേട്ടാ, ഓ, നിങ്ങൾക്ക് ഇവിടെ എന്തെടുക്കാം? വേഗം വന്ന്. എങ്ങോട്ട്? സംഗീതല്ലേ, ഡാൻസ് കളിക്കണേ. നമുക്ക് ടൈമില്ല, വേഗം വാ. ഡാൻസോ? അതെ, ഡാൻസ് അല്ലേ, എന്തേ കളിച്ചോളെ. പിന്നെന്താ ചേച്ചി, ഞങ്ങള് ഫുള്ള് റെഡിയല്ലേ. ഡാൻസ് അല്ലാതെ പിന്നെ എന്ത് സംഗീതം? എന്നാ കളിക്ക്, നോക്കട്ടെ. ആ, ഞാൻ കളിക്കാം. അല്ല, പാട്ടേതാ? പാട്ട് ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞല്ലേ, അപ്പോഴേക്ക് മറന്നുപോയോ? അല്ല, അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചില്ലേ? അത് പിന്നെ നോക്ക് ഹർഷേടാ, നമ്മുടെ സംഗീതം ഇപ്പൊ അവരെ കോളാക്കൂ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സംഗീതം ഡാൻസ് ഇല്ലെങ്കിൽ എന്താ, ഹൽദിക്ക് സെറ്റ് ആക്കാലോ. ഡാൻസ് ഇല്ലാതെ ഏത് സംഗീതാണോ താൻ കണ്ടിട്ടില്ലേ? ഇന്ദു, ആകെപ്പാടുള്ള ഒരു സംഗീതം. എനിക്ക് എന്തായാലും ഡാൻസ് വേണം. ആ വേണം വേണം. മക്കളെ കളിക്കണോ? ചേച്ചി, എനിക്കൊരു ഐഡിയ. ഗേൾസ് വരെ ബോയ്സ് വരെ ആയിട്ട് കളിക്കാം. അപ്പൊ 2 ഡാൻസ് ഉണ്ടാവല്ലോ. ആ, അത് ശരി. പക്ഷെ മിക്സറും വേണം. അത് ശരി. ആ, വാ 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 വാ, എല്ലാരും വാ. എന്തിന്? ഡാൻസ് കളിക്കാൻ. ഡാൻസോ? ആ, നീ വാ. അല്ല, സ്കൂബിയോടെ. ഓതേണ്ടേ, ഈ ചെക്കന് വെറുതെ വിട്ടില്ല. സ്കൂബി വാടാ. ഓ, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ? ഇല്ല. എന്നാ വാ, ഞാൻ പഠിപ്പിച്ചരാം. നിനക്കറിയോ? ഓ, എനിക്കറിയാം. എന്നാ വാ, ഞങ്ങൾക്ക് പഠിപ്പിച്ചടാ. നിങ്ങളെന്താ വരുന്നില്ലേ? വേണ്ടടാ, ഞങ്ങളിവിടെ കണ്ടാസ്വദിച്ചോളാം. ആ, പെട്ടെന്ന് ഇറങ്ങിക്കോ. 3 മണിക്കൂർ ഞാൻ തരും. അതിനുള്ളിൽ എല്ലാം തീർത്തോണം. എന്നിട്ട് വേണം എനിക്ക് മേക്കപ്പ് ഇടാൻ പോയി. എന്ത് നോക്കിക്ക, സ്റ്റാർട്ട്. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം അങ്ങനെയല്ല, തെറ്റിക്കല്ലേ, എന്നെ നോക്കി കളിക്കും. ഉന്മാദായിനേ എങ്ങനെയാ? കണ്ണാനേ എൻ സങ്കൽപ്പത്തിൻ അങ്ങനെ തന്നെ. തട്ടി തുറന്നോ നല്ല മാമ്പൂവിൻ മണപോലും കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം തൊടുവിക്കും ഞാൻ അണി പുലർമഞ്ഞ എന്തോ എല്ലാ കാര്യം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. So much. I love you, Juhi. Juhi, വാ, ഡാൻസ് പഠിക്കാം. ചേച്ചി, ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഹർഷേട്ടാ, നോക്ക്. ഇത് വേണം ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എന്തു അങ്ങനെ പറയല്ലോ. കളിക്കണം. യോജി, ഒന്നും കൂടി വന്ന്. ഇതാരാണ്? ചാനഫ് സുത്താർ, ആര്? ചെക്കൻ്റെ അനിയൻ. ഓ, നാമെങ്ങോ പോകുമ്പോൾ എന്റെ കളിയാക്കി ഇവനിതാരാ നോക്കുന്നത്? ഇനി ആരും പറഞ്ഞത് കാര്യം ഉണ്ടാവോ? നജിമിനെ,
നിനക്കെന്താണ് തോന്നുന്നത്? അവർ തമ്മിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടാവും? എന്തുണ്ടാവും? ഇനിയിപ്പോ എന്തായാലും എനിക്കെന്താ? 32 പല്ലും കാട്ടി ചിരിക്കുക രാക്ഷസി. ജാക്കിച്ചാന്റെ പെങ്ങളിലാണോ ഇനി? എന്ത് വേദനയാ. Yeah, I do remember. ലൊക്കേഷൻ ഞാൻ കണ്ടു, but I'm not satisfied. എത്രയും പെട്ടെന്ന് വേറെ കണ്ടുപിടിക്കണം. We should start the shooting within 1 month. And what about the models? Great. പിന്നല്ലാണ്ട് എന്നെ ഭയങ്കര കാര്യമല്ലേ? ആണോ? ചേച്ചി അതുകൊണ്ടാണോ ഇത്രയും കാലം പിടിച്ചത്? ഏയ് അതൊന്നുമല്ല, എനിക്ക് പിടിച്ചു നിൽക്കണം ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. ഇങ്ങനെയാണ് CEO എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ റിസൈൻ ലെറ്റർ കൊണ്ട് ചെന്നതാ. പക്ഷെ അത് സൈറ്റാണോ? കാരണം എന്താ, എന്നെക്കാളും നല്ല PA വേറെ കിട്ടില്ലെന്നറിയാം. ചേച്ചി ഭയങ്കര സംഭവല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്നെ കുറെ ഭീഷണിപ്പെടുത്തായിരുന്നു, ഇനി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. കാരണം എന്താ? ചേച്ചീനെ പേടിയിട്ടില്ലേ? ആ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെ ചില സമയത്ത് അങ്ങയുടെ സ്വഭാവം കാണുമ്പോ എനിക്ക് ദേഷ്യം പിടിച്ച് വെട്ടി വെട്ടി ഇടിച്ച് പരത്തി പുഴുങ്ങി ഉപ്പിലിട്ട് വെക്കാൻ തോന്നും. എന്നിട്ട് 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 തിന്നങ്ങനെ ടേസ്റ്റ് ആയിരിക്കും അല്ലടാ. അയ്യോ, ഞാനിതുവരെ കഴിച്ചിട്ടില്ല. എന്നതാ ഞാൻ ഉണ്ടാക്കിത്തരാം. അതിന് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഓ, ഉപ്പിലിടാൻ എനിക്ക് പണ്ടേ അറിയാം. അപ്പൊ ചേച്ചി ഞാൻ പോവാണേ, ബ്രേക്ക് കഴിയാറായി തോന്നുന്നു. ദാ, നീ ഇപ്പൊ പറഞ്ഞത് എന്നെ പറ്റിയാണോ? അല്ലല്ല, പിന്നെ മറന്നുപോയി. എന്നാ ഞാൻ മറന്നിട്ടില്ല. വേണ്ടാന്ന് വെച്ചിട്ടന്നെ. ഞാനൊന്ന് നോക്കിയാ പോലും പേടിച്ചു പറിക്കുന്ന ആളാണ്. ഇതിൽ കൂടുതൽ ഞാൻ വല്ലതും ചെയ്തു അത് നിനക്ക് താങ്ങാൻ കൂടിയാവില്ല. നിന്നെ ഇങ്ങനെ പേടിച്ചു കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് പേടിയില്ല. എനിക്കാരും പേടിയില്ലാണ്. ആയുഷോ എല്ലാവരും പോലെയല്ല ഈ അമ്പത്ത്. Can you handle me? എന്നെ സഹിക്കാൻ നിനക്ക് പറ്റുമെന്ന്. Really? Then prove it. कुछ भी कसम से कर जावा, हद से भी गुजर जावा, कुछ भी कसम से कर जावा. Not that easy. നിന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇവിടെ വരെ കേൾക്കാം. വെള്ളം പറയാറിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. ബ്രേക്ക് കഴിഞ്ഞു, എല്ലാവരും വന്നേ. ചെല്ലു. സന്തോഷമായി. എന്റെ ഹാർട്ട് ഇങ്ങനെ ഇരിക്കുന്നേ.